ഫിലിമി പ്രസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വൈരാഗ്യം തോന്നിയാൽ അത് പക്വതയില്ലാത്ത മനസ്സിലാണെങ്കിൽ അയാൾ എന്തും ചെയ്യും. എതിരാളിയുടെ നാശം കാണാനായിരിക്കും അയാൾ ശ്രമിക്കുക. ആരെക്കുറിച്ചാണെന്നോ? നമ്മുടെ റഹ്മാനെക്കുറിച്ചാണ്. നടൻ റഹ്മാനെക്കുറിച്ച് ഇങ്ങനെ തുടങ്ങുമ്പോൾ ആൾ മോശക്കാരനൊന്നുമല്ല കേട്ടോ, നല്ല ചെറുപ്പക്കാരൻ. അതായത് ഒരു മാധ്യമ പ്രവർത്തകനെ സഖി കെട്ട് കൊല്ലാൻ ശ്രമിച്ച സംഭവമാണ് പറയുന്നത്. അതാരാണ് റഹ്മാനെ അത്തരം ഒരു കൃത്യം ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്ന് എനിക്കറിയില്ല. കാരണം എനിക്ക് റഹ്മാൻ ഇഷ്ടം തോന്നിയ ആദ്യത്തെ സിനിമ ഊട്ടിയിൽ വെച്ച് കൂടെവിടെ പത്മരാജൻ്റെ പടത്തിൻ്റെ ഷൂട്ടിംഗ് മുതലാണ് ആ വിദ്യാർത്ഥിയെ ഞാൻ കണ്ടുപിടി. വിദ്യാർത്ഥി എന്ന് പറയാൻ പറ്റുള്ളൂ. അന്ന് റഹ്മാൻ സിനിമയിൽ അഭിനയിക്കണമെന്നുള്ള മോഹമൊന്നും ഉണ്ടായിരുന്നില്ല. ഊട്ടിയിൽ തന്നെയാണ് പഠിച്ചിരുന്നതെന്ന് ആലോചിക്കണം. കൂടെ ഇവിടെ കണ്ടവർക്കറിയാം, ആ ചെറുപ്പക്കാരൻ്റെ ആദ്യത്തെ സിനിമയാണ് അതൊന്നും തോന്നില്ല. അത്രയും മനോഹരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ആ സിനിമയോടെ റഹ്മാൻ വളരുകയായിരുന്നു. വളരുക എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും, പ്രത്യേകിച്ച് യുവതികളുടെ ഹരമായി തീർന്നു ആലോചിക്കണം. നിലമ്പൂരാണ് ശരിക്കും സ്വദേശം. അച്ഛനും അമ്മയൊക്കെ ഗൾഫ് രാജ്യങ്ങളിലാണ്. എല്ലാ സൗകര്യങ്ങളോടും കൂടി വളർന്ന ഒരു സ്വപ്ന രാജകുമാരൻ എന്ന് പറയാം. എന്തു പറഞ്ഞാലും പെട്ടെന്ന് വിശ്വസിച്ചു പോകും. അത് ഏറ്റവും അടുപ്പമുള്ളവർ എന്ന് തോന്നുന്നവർ. കാരണം വളരെ ചെറുപ്പമാണത്. 10-15 വയസ്സ് 16 വയസ്സ് എന്നൊക്കെ പറയുമ്പോൾ മനസ്സിങ്ങനെ ചാഞ്ചാടി നിൽക്കുന്ന സമയമാണെന്ന് ആലോചിക്കണം. പിന്നെ സൗകര്യമുണ്ട്, പണമുണ്ട്, പ്രലോഭിക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ പിന്നെ സ്ഥിതി നോക്കൂ. ഒരിക്കലും റഹ്മാൻ എന്നുള്ള നടൻ വഴിതെറ്റിപ്പോകരുത് എന്ന് ആഗ്രഹിച്ച മാധ്യമ പ്രവർത്തക ഒരാളാണ് ഞാൻ എന്നാലോചിക്കണം. വഴി പിഴച്ചിട്ടില്ല, വഴി തെറ്റിയിട്ടില്ല, അത് വേറെ കാര്യം. എങ്കിലും ചെറിയ കുസൃതികളൊക്കെ നമ്മൾ ഒപ്പിക്കാറുണ്ട്. ഈ കുസൃതികൾ ഒപ്പിക്കുന്നത് ശരിക്കും ഈ നടനെ ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടി തന്നെയാണത്. അതിന് കൊച്ചു ഗോസിപ്പുകൾ, പലരും ഗോസിപ്പ് എഴുതണമെന്ന് പറഞ്ഞിങ്ങോട്ട് വരാറുണ്ട്. കാരണം അതിൻ്റെ ഒരു വില എന്ന് പറഞ്ഞാൽ സ്വഭാവ ദൂഷ്യം ചിത്രീകരിക്കാതെ, വലിയ ദോഷം ചെയ്യാതെ, എന്നാൽ അത്യാവശ്യം രസമുള്ള ചില കാര്യങ്ങൾ എഴുതുന്നത് കുഴപ്പമില്ല. അത് കൂടുതൽ വായിക്കും, അങ്ങനെ കൂടുതൽ അറിയപ്പെടും എന്ന് പലർക്കും അറിയാം. അപ്പോൾ ഞങ്ങളും ഒരു ദുരുദ്ദേശം അത്രയ്ക്ക് തന്നെ ഉണ്ടായിട്ടുള്ളൂ. കാരണം റഹ്മാനുള്ള ചെറുപ്പക്കാരൻ അന്ന് മലയാള സിനിമയിൽ ലിസ്റ്റ് നമ്മളൊക്കെ എടുത്ത് നോക്കുക. അപ്പോൾ അത്രയും സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ അന്ന് മലയാള സിനിമയിലില്ല. പിന്നെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയാണെന്ന് ആലോചിക്കണം. മമ്മൂട്ടികൾ എത്രയോ പ്രായം കുറഞ്ഞ ഒരാളാണ് റഹ്മാൻ. അപ്പോൾ ഇതിൽ കൂട്ടെന്ന് പറഞ്ഞാൽ, അപ്പോൾ എന്നോട് പലപ്പോഴും അനീഫ പറയാറുണ്ട്, നീ ആ ചെറുക്കനെ വെറുതെ വിട് കേട്ടോ, നിൻ്റെ കളിയൊന്നും വെച്ചാൽ അവൻ ഇഷ്ടപ്പെട്ട് പോട്ടെ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അനീഫ, ഞാൻ അയാളെ ദ്രോഹിച്ചിട്ടില്ല. എന്തിനെ കൂടുതൽ ദ്രോഹിക്കണം? എന്തിനെ കൂടുതൽ ദ്രോഹിക്കുന്നത്? ഈ കൊച്ചു ഗോസിപ്പുകൾ എന്ന് പറഞ്ഞാൽ ആ പയ്യൻ്റെ ഭാവി തകർക്കില്ലേ? ഭാവി തകർക്കാൻ വേണ്ടി നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഈ ഏത് സിനിമയിലായാലും 2-3 നായികമാരോട് അടുപ്പിച്ച് അഭിനയിച്ച് തുടങ്ങുമ്പോൾ ഇച്ചിരി രസപ്പെടുത്താൻ വേണ്ടി ഗോസിപ്പ് ടൈപ്പ് സാധനങ്ങളൊക്കെ എഴുതും. അത്രയേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഇതിൽ നമ്മൾ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. അന്ന് തെലുങ്ക് നാട്ടിൽ നിന്ന് വന്ന രോഹിണി റഹ്മാൻ ജോഡികൾ ഭയങ്കര പ്രിയമായിരുന്നു സിനിമാ പ്രേക്ഷകർക്ക് ആലോചിക്കണം. വെള്ളം പോലെ രോഹിണി മലയാളം പറയും. നല്ല പെരുമാറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ വീടുകളിലെ ഒരു പെൺകുട്ടിയായിട്ടേ. കാരണം ഒരിക്കലും രോഹിണി ഒരു സിനിമാക്കാരിയാണ്, സിനിമാക്കാരുടെ ജാട പോലും നമുക്ക് തോന്നിയിട്ടില്ല എന്ന് ആലോചിക്കണം. അങ്ങനെയുള്ള രോഹിണിയും റഹ്മാനും എത്രയോ സിനിമകളിൽ ജോഡികളായിട്ട് അഭിനയിച്ചു ആലോചിക്കണം. അപ്പോൾ അവർ തീരുമാനിച്ചിട്ടല്ല, ഞങ്ങൾ കുറേ പേരെ തീരുമാനിച്ചു, ഇവർ 2 പേരും കൂടി കല്യാണം കഴിച്ചാൽ നന്നായിരിക്കില്ലേ? ഇത് ഇവരെക്കുറിച്ച് മാത്രമല്ല, മുമ്പ് നമ്മൾ പിന്നെയുണ്ട്, നമ്മൾ കുഞ്ചാക്കോ ബോബനെക്കുറിച്ച്, നമ്മൾ അങ്ങനെ ബേബി ശാലിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെ നടന്നിട്ടില്ല. പക്ഷെ എന്നാലും ഇവർ അഭിനയം കാണുമ്പോൾ ഇവർ ഒരുമിച്ച് ജീവിക്കേണ്ടവരല്ലേ എന്നൊക്കെ നമുക്ക് തോന്നാം. അങ്ങനെ തോന്നൽ പൊടിപ്പും തൊങ്ങലും വെച്ച് ചെറിയ ഗോസിപ്പുകളൊക്കെ എഴുതി 2 പടം ഇട്ട് കൊടുക്കുന്നു. പക്ഷെ അതിൽ രോഹിണി വലിയ എതിർപ്പ് പ്രകടിപ്പിക്കും. വേറൊന്നുമല്ല, രോഹിണിക്ക് അറിയാം സിനിമ എന്താണെന്നറിയാം.
അപ്പോൾ അങ്ങനെ ഇയാൾ ചൂടാവും, റഹ്മാൻ ചൂടാവും. ആരോടൊക്കെയോ പറഞ്ഞു ഞാൻ അയാളെ തട്ടിക്കളയും കേട്ടോ, അയാൾ തട്ടിക്കളയും. അതിലെന്തൊക്കെ എഴുതുന്നുണ്ട്, എന്നെ വീട്ടിൽ നിന്ന് വിളിക്കുന്നു, നാട്ടുകാർ വിളിക്കുന്നു, ഞാനെന്തോ തെറ്റായ രീതിയിൽ സിനിമ നടക്കുന്നു, ഇങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത്. അത് കുറച്ച് കാലം എല്ലാ സെറ്റിലും പോകും. പക്ഷെ നല്ല പബ്ലിസിറ്റി നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ റഹ്മാൻ ചോദിച്ചേ, നിങ്ങളൊരു കാര്യം ചെയ്യട്ടെ ചേട്ടാ, എനിക്ക് മലയാളം നന്നായിട്ട് സംസാരിക്കാൻ അറിയില്ല. അത് തന്നെയാണ് പ്രശ്നം. മലയാളിയായ റഹ്മാന് മലയാളം നന്നായിട്ട് സംസാരിക്കാൻ അറിയില്ല. മലയാളി അല്ലാത്ത തെലുങ്ക് നാട്ടിൽ നിന്ന് വന്ന രോഹിണിക്ക് പച്ചവെള്ളം പോലെ മലയാളം സംസാരിക്കാൻ അറിയും. ഇതാണ് വ്യത്യാസം. ഇത് തന്നെ ഒരു വാർത്തയാണ്. പക്ഷേ എന്നിട്ടും ഞങ്ങൾ ഒന്നും എഴുതിയില്ല. മലയാളിയായ റഹ്മാന് മലയാളം സംസാരിക്കാൻ അറിയില്ല എന്ന് വേണമെങ്കിൽ എഴുതാം, പക്ഷേ ഞങ്ങൾ ചെയ്തിട്ടില്ല. കാരണം നിങ്ങൾ ഇവിടെയല്ല, നിങ്ങൾ ഊട്ടിയിലാണ് പഠിച്ചത്, നിങ്ങളുടെ അച്ഛനമ്മയും ഗൾഫ് രാജ്യങ്ങളിലാണ്. അപ്പോൾ മലയാളത്തിനോട് സംസാരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണെന്നൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് ആ ഭാഗം തൊട്ടില്ല. പിന്നെ ചേർന്ന് പോകുന്നത് എന്താ, പ്രേമസൂര്യനും ഷെയ്ലയും ജോഡികളെക്കുറിച്ച് എപ്പോഴും ഓരോ കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ടായിരുന്നു. അത് ആ സ്പിരിറ്റിൽ എടുക്കണം. അങ്ങനെ സ്പിരിറ്റിലൊന്നും എടുക്കാൻ പറ്റില്ല. എന്നെക്കുറിച്ച് നിങ്ങൾ എഴുതണ്ട, അങ്ങനെ തട്ടിക്കയറും. പക്ഷെ അതൊക്കെ ഒരു ചാബല്യമായിട്ടേ നമ്മൾ കരുതിയിട്ടുള്ളൂ എന്ന് ആലോചിക്കണം. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞു കേട്ടോ. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അനീഫ, അപ്പോൾ അത് രേവതിക്കൊരു രണ്ടാം വരവ്. രേവതി കല്യാണത്തിന് ശേഷം പിന്നെ അഭിനയം നിർത്തിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ അനീഫ പറഞ്ഞു, വലിയ എനിക്ക് രേവതിയെ നായികയാക്കി കൊള്ളാം, ഒരു പടം ചെയ്യാനുണ്ട്. ഞാൻ പറഞ്ഞു, രേവതി അഭിനയിക്കുന്നില്ലല്ലോ. അല്ല, അഭിനയിക്കുന്നില്ല, അഭിനയം നിർത്തി, അതിനല്ലേ പറഞ്ഞേ. അത് തൻ്റെ ഒരു സഹായം എനിക്ക് വേണം, വേറെ ഒന്നുകൊണ്ടൊന്നുമല്ല. എനിക്ക് രോഹിണിയായിട്ട് അത്ര മറ്റേ രേവതിയായിട്ട് അത്ര അടുപ്പില്ല. നിങ്ങൾക്ക് പരിചയമുണ്ട്, നിങ്ങളുടെ അവരുടെ ലൊക്കേഷൻ കവർ ചെയ്യാറുണ്ട്, ഇൻ്റർവ്യൂ എടുക്കാറില്ലേ. നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, ഒരു 10 മിനിറ്റ് കൊച്ചിൻ ഹനീഫയ്ക്ക് ഒരു കഥ പറയാനുണ്ട്, അതൊന്ന് കേൾക്കാൻ ഒരു 10 മിനിറ്റ് കൊടുക്കുന്നത് മാത്രം പറഞ്ഞാൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഹനീഫ ശരിയാണ്, അവരിത് അഭിനയിക്കില്ല എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, പിന്നെ എന്തിനാ ഒരു കഥ കേൾക്കും, ഇതൊന്നും താൻ അറിയണ്ടടോ, താൻ എൻ്റെ കൂടെ വരിക, ഇങ്ങനൊരു കാര്യം പറയാം. അപ്പോൾ അതനുസരിച്ച് തലേ ദിവസം രേവതിയെ വിളിച്ചു. രേവതിയെ വിളിച്ച് ഞാൻ പറഞ്ഞു, ഇങ്ങനെ കൊച്ചിൻ ഹനീഫ, അതായത് തമിഴിൽ VMC ഹനീഫ എന്നാണ് അറിയപ്പെടുക, ഹനീഫയ്ക്ക് ഒരു കഥ പറയണമെന്നുണ്ട്. ഇപ്പോൾ രേവതി അഭിനയിക്കുന്നില്ല. ഞാൻ പറഞ്ഞു, രേവതി ഒരു 10 മിനിറ്റ് കഥ ഒന്ന് കേൾക്കുക, അഭിനയിക്കുകയോ അഭിനയിക്കാതിരിക്കുകയോ ചെയ്യാം, ഒരു നല്ല ഡയറക്ടറാണ്, നല്ല നടനാണ്, ഒക്കെ ശരിയാണെന്ന് പറഞ്ഞു. അപ്പോൾ കുറേ പേര് ആലോചിച്ച് രേവതി പറഞ്ഞു, ഞാൻ ശ്രദ്ധിക്കാം, നാളെ സമയം തരാമെന്ന് പറഞ്ഞു. ആ പിറ്റേ ദിവസം ഫിക്സ് ചെയ്തു. ഞാൻ അനീഫയുടെ 2 മലയാളത്തിലെ നല്ല സുഹൃത്തുക്കളുണ്ടായിരുന്നു, രാജു, പ്രസന്നൻ. ആ 2 അവരിപ്പോൾ ശരിക്കിപ്പോൾ 3 പേരും നമുക്ക് നഷ്ടപ്പെട്ടിരിക്കാമെന്നായിരിക്കണം. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടി രേവതിയുടെ വീട്ടിൽ ചെല്ലുന്നു, ചെന്നൈയിൽ വീട്ടിൽ ചെല്ലുന്നു, പരിചയപ്പെടുത്തുന്നു. അപ്പോൾ രേവതി ഒരു 10 മിനിറ്റ് കൊണ്ടൊരു സംഭവം പറയും, ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം സ്വീകരിക്കുക, എന്നിട്ട് വേണം അഭിനയിക്കണോ വരികണോ തീരുമാനിക്കുക എന്ന് പറഞ്ഞു. അനീഫ പിന്നെ അനീഫ കഥ പറഞ്ഞ് തുടങ്ങിയാൽ പിന്നെ വീഴാത്തവരില്ല, ആ രീതിയിലാണ് കഥ പറയുക. അനീഫ കഥ പറഞ്ഞു, ഇത് ആൺകിളിയുടെ താരാട്ട്. അപ്പോൾ തന്നെ രേവതി പോലെ താരാട്ട് പാടുന്നത് സാധാരണ പെൺകിളികളായിരിക്കും, അമ്മമാരായിരിക്കും. ഇത് ആൺകിളിയുടെ താരാട്ട്, അതാണ് എൻ്റെ വ്യത്യസ്തത. കഥ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അതൊരു ഹീറോയിൻ ഓറിയൻ്റൽ സിനിമ തന്നെയാണ് ശരിക്കും. നായകനാകാൻ ഉദ്ദേശിക്കുന്നത് മമ്മൂട്ടിയും പിന്നെ റഹ്മാനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ രേവതി അഭിനയിക്കാൻ സമ്മതിച്ചു. അങ്ങനെ രണ്ടാം വരവ് കൊച്ചിൻ ഹനീഫയുടെ പടത്തിലായിരുന്നു. ഷൂട്ടിംഗ് എല്ലാം പ്ലാൻ ചെയ്തിട്ട് ഒരു ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണത്. അന്ന് ഇപ്പോൾ ഞങ്ങൾ ചെല്ലുന്നതിൻ്റെ പിറ്റേ ദിവസം റഹ്മാൻ ആ സീനിലില്ല. അന്ന് റഹ്മാൻ വിശ്രമമാണത്. എന്നാൽ ഇടയ്ക്കൊക്കെ ഹനീഫയുടെ പടത്തിൽ വന്നൊക്കെ പോയിക്കൊണ്ടിരിക്കും. മമ്മൂട്ടിയും രേവതിയുമാണ് അന്ന് ശരിക്ക് പങ്കെടുക്കേണ്ടതെന്ന് ആലോചിക്കണം. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ പതിവില്ലാത്ത വണ്ണം റഹ്മാൻ ആ ലൊക്കേഷനിൽ വന്നിട്ടുണ്ട്. ഹനീഫയായിട്ട് സംസാരിക്കുന്നുണ്ട്, എല്ലാവരുമായിട്ട് സംസാരിക്കും, വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇയാൾ എന്നെങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. ആ നോട്ടത്തിൽ എന്തൊരു പന്തികളുണ്ട്. ഞാൻ എന്താ റഹ്മാനെ ചൂടായിട്ട് നോക്കിയിട്ട് സംസാരിക്കുന്നു, ഒന്നുമില്ല, അയാൾ ദേഷ്യം കാണിക്കുന്നില്ല, അത് നോക്കുന്നുണ്ട് എന്നുള്ളത് എന്തൊക്കെയോ ഒരു അവർക്ക് പ്രശ്നമുള്ളത് തോന്നി കേട്ടോ. അപ്പോൾ അനീഫ പറഞ്ഞു, ഇന്ന് റഹ്മാൻ സീനിലില്ല, പിന്നെന്താ വന്നേ? ഇല്ല, ഞാനിവരുടെ അഭിനയം കാണാൻ, മമ്മൂക്കയുടെ അഭിനയം കാണാൻ വന്നിട്ടുള്ളതാണെന്ന് പറഞ്ഞ് നിൽക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അനീഫ എടുത്താൽ കിട്ടുന്നത്, അനീഫ വെറുതെ തമാശ പറഞ്ഞ് അറിയാതെ റഹ്മാൻ്റെ ദേഹത്ത് പിടിക്കുക, ആരെങ്കിലും ഇന്നലെ തൊട്ട് ചെയ്യുമ്പോൾ ഒരു സാധനം താഴെ വീഴുക. നോക്കിയപ്പോൾ ഒരു ചെറു തോക്ക്.
എന്താണപ്പാ എല്ലാവരും ഞെട്ടിപ്പോയി. റഹ്മാൻ ഒരു തോക്കുമായിട്ടാണ് ലൊക്കേഷനിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ചിന്ത റഹ്മാൻ ഇതൊരു കളിത്തോക്കാണ്. റഹ്മാൻ പറയും ഇത് കളിത്തോക്കാണ്, ഞാനത് വെറുതെ ഒരാൾക്കാരെ പേടിപ്പിക്കാൻ കൊണ്ട് എടുക്കുന്നത്. അപ്പോൾ ഹനീഫ് എടുത്ത് പരിശോധിച്ച് പറയും ഇത് കളിത്തോക്കല്ല, ഇത് ഒറിജിനൽ തോക്കാണല്ലോ, നിനക്ക് ലൈസൻസ് ഉണ്ടോ? എനിക്ക് ലൈസൻസ് ഒന്നുമില്ല, ഇത് കളിത്തോക്കാണെന്ന് പറഞ്ഞു. നോക്കിയപ്പോൾ അത് ഒറിജിനൽ തോക്കായിരുന്നു. അവസാനം ചോദ്യം ചെയ്തു, എന്തുപോലെ സത്യം പറ, നീ ആരെ എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത്? അപ്പോൾ ഇവൻ്റെ നോട്ടം, റഹ്മാൻ്റെ നോട്ടം മുഴുക്ക എന്നോടാണ്, എൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത് ഹനീഫയ്ക്ക് മനസ്സിലായി, നീ വലിയ തട്ടം വന്നാണോ? അപ്പോൾ റഹ്മാൻ പറഞ്ഞു അതെ, അയാൾ തട്ടം വന്ന് തന്നെയാണത്. അയാൾ എന്നെ ഇതുമാതിരി എഴുതി നാറ്റിച്ചിരിക്കുമ്പോൾ എനിക്ക് വയ്യ, ഇനി അങ്ങനെ ഒരുത്തം വേണ്ട എന്ന് തീരുമാനിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഹനീഫ് പറഞ്ഞിട്ട് അത് നിന്നെ ദോഷത്തിന് ചെയ്തതല്ല, മാത്രമല്ല ഇനി അയാൾ തട്ടിയെന്ന് വിചാരിക്കുക, തട്ടിയ നിൻ്റെ ഭാവി എന്ത്? നിനക്ക് അഭിനയിക്കാൻ പറ്റുമോ? നീ ജയിലിൽ പോയി കിടക്കേണ്ടി വരില്ലേ? അത് ഞാൻ നല്ല വക്കീൽ വെച്ച് വാദിക്കും. ഓക്കെയോ? അതൊക്കെ വെറുതെയാണ് പറഞ്ഞേ. അപ്പോൾ അന്ന് മുതൽ എന്താ പറയുക, ഞാൻ റഹ്മാനോട് പറഞ്ഞു, റഹ്മാനെ ഇനി നിന്നെക്കുറിച്ച് അങ്ങനെ ഒന്നും പേടിച്ചിട്ടല്ല, നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിതൊക്കെ ചെയ്തിട്ടുള്ളത്. നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, പക്ഷേ നീ നല്ല നടന്നൊക്കെ ശ്രമിച്ച് നല്ല നടൻ തന്നെയാണ്. പക്ഷെ അന്ന് മുതൽ ഇവൻ്റെ പേടി മാറി, ഞങ്ങൾ നല്ല സുഹൃത്തുക്കൾ തന്നെയായി. പിന്നെ എന്ത് കാര്യത്തിന് വിളിച്ചാലും, നമുക്ക് ഫോട്ടോ എടുക്കേണ്ട കാര്യത്തിലായാലും ശരി, എന്ത് കാര്യത്തിന് വിളിച്ചാലും ശരി, റഹ്മാൻ റെഡിയാണ്. ഇപ്പോഴും ആ ബന്ധമുണ്ട്. അപ്പോൾ കാണുമ്പോൾ ചോദിക്കും, മോനെ തോക്കായിട്ടാണോ വന്നിരിക്കുന്നത്? അപ്പോൾ ചിരിക്കും. ഇത് പറയാൻ കാരണം, ഇത് തമാശയായിട്ട് നമുക്ക് കരുതാമെങ്കിലും ആ ഹനീഫ അത് കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ, ഒരു ദുർബല നിമിഷത്തിൽ ഈ റഹ്മാൻ അതിൻ്റെ കാഞ്ചി എൻ്റെ നേർക്ക് വലിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ ഉണ്ടാകുമായിരുന്നില്ല, അല്ലെങ്കിൽ ഗുരുതരമായി പരിക്കുപറ്റി ഹോസ്പിറ്റലിൽ കിടക്കുമായിരുന്നു, അതൊരു വലിയ വാർത്തയാകുമായിരുന്നു. പക്ഷേ ഇത് ഒഴിവാക്കേണ്ടതാണെങ്കിൽ നമ്മൾ ഒഴിവാക്കി വിടണം, തമാശയാണെങ്കിൽ തമാശയായിട്ട് കൊടുക്കണം. നിങ്ങളുടെ പേരുദോഷമുണ്ടെങ്കിൽ കേസിന് പോകേണ്ടതാണെങ്കിൽ നിങ്ങൾ കേസിന് പോകണം. കാരണം നിങ്ങൾ ചെയ്യുന്ന ദ്രോഹം അത് നിങ്ങൾക്ക് കൂടി ബാധകമാകാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നതാണ്. എന്നെ എങ്ങനെ വെടിവെച്ച് കൊല്ലുന്നു പലരും ആഗ്രഹിച്ചിട്ടുള്ളതാണ്. ആഗ്രഹിച്ചാൽ മാത്രം പോരല്ലോ, അവർക്ക് അവരുടെ ഭാഗം കൂടി നോക്കണ്ടേ.